ചൂട് കാലമല്ലേ, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പല കളറിലും പല ഫ്ലേവറിലും ഉള്ള മിൽക്ക് ഷേക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കളറിലും ഫ്ലേവറിലും ഉള്ള മിൽക്ക് ഷേക്ക് എങ്ങനെയാ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു മാമ്പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 2.5 ടീസ്പൂണോളം പൊടിച്ച പഞ്ചസാരയും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് അലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു 2.5 ടീസ്പൂണോളം കാഷ്നട്ട് പൊടിച്ചതും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ അങ്ങ് പൊടിയേണ്ട, ചെറുതായിട്ട് പൊടിച്ച കാഷ്നട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നല്ല തണുത്ത പാലും കൂടെ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പൊ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് വാനിലയുടെ ഐസ്ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ്, അതായത് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്. ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പൊ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോ നല്ല തിക്കായിട്ടുള്ള മാമ്പഴത്തിന്റെ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതിന്റെ മേൽഭാഗത്തായിട്ട് ഞാൻ കുറച്ച് ഐസ്ക്രീമും കൂടെ, വാനിലയുടെ ഐസ്ക്രീം കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ റെഡി. ഇനി നമുക്ക് ഈ ഒരു കളറിലും ഫ്ലേവറിലും ഉള്ള മിൽക്ക് ഷേക്ക് എങ്ങനെയാ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് മാതള നാരകത്തിന്റെ ഒരു മാതള നാരകത്തിന്റെ ഇതളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് പാലൊഴിച്ച് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം ഇതൊന്ന് അരിച്ചെടുക്കുക. ഇതിന്റെ അരിയൊക്കെ കാണാം. അപ്പൊ അതൊന്ന് നല്ലതുപോലെ അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ജാറിലോട്ട് വീണ്ടും ഇതൊന്ന് ഒഴിച്ചു കൊടുത്ത് ഇതിനകത്തോട്ട് ഒരു 2 ടീസ്പൂണോളം കാഷ്നട്ട് പൊടിച്ചതും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഒരു 2 ടീസ്പൂണോളം പൊടിച്ച പഞ്ചസാരയും ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് കുറച്ച് പാലും കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാൻ ഒരു പഴം കട്ട് ചെയ്തതും കൂടെ ഇതിൽ ആഡ് ചെയ്ത് നല്ലതുപോലെ അടിച്ചെടുക്കണം. അപ്പൊ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല കളറിലും നല്ല ടേസ്റ്റിലുമുള്ള മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതിന്റെ മേൽഭാഗത്തായിട്ട് ഞാൻ കുറച്ച് സ്ട്രോബെറിയുടെ ഐസ്ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ റെഡി. ഇനി അടുത്തതായിട്ട് ഈ ഒരു മിൽക്ക് ഷേക്ക് എങ്ങനെയാ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ജാറിലോട്ട് ഒരു ആപ്പിൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഒരു 2 ടീസ്പൂണോളം ബൂസ്റ്റ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണോളം പൊടിച്ച പഞ്ചസാരയും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാഷ്നട്ട് പൊടിച്ചത് 2 ടീസ്പൂൺ. കുറച്ച് പാലും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം വീണ്ടും പാല് ചേർത്താൽ മതി. അപ്പൊ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റിന്റെ ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. അടിച്ചതിന് ശേഷം വീണ്ടും ഞാൻ കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് അതാണ് ഞാൻ ഈ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് റെഡി ആയി കഴിഞ്ഞു. ഇതിന്റെ മേലെ ഞാൻ കുറച്ച് ചോക്ലേറ്റിന്റെ തന്നെ ഐസ്ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോ ഇനി നമുക്ക് ഈ ഒരു കളറിലും ഫ്ലേവറിലും ഉള്ള മിൽക്ക് ഷേക്ക് എങ്ങനെയാ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 2 തക്കാളി, മീഡിയം ടൈപ്പിലുള്ള 2 തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം. ഇതിനകത്തുള്ള സീഡും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചെടുക്കുക. അപ്പൊ ഇത് ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് വീണ്ടും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തോട്ട് ഞാൻ ഒരു പഴം കട്ട് ചെയ്ത് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ കാഷ്നട്ട് പൊടിച്ചത്, 2 ടീസ്പൂണോളം പൊടിച്ച പഞ്ചസാര, ഇതും കൂടെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇതിന്റെ മേൽഭാഗത്തായിട്ട് ഞാൻ കുറച്ച്
ഐസ്ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാനിലയുടെ ഐസ്ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോ റെഡി. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ. ഹാവ് എ നൈസ് ഡേ.